അപ്പോൾ ഓക്കെ ഗൈസ്, we again meet again with Sanad. yes no with the chat with Vinay. നമ്മളിന്ന് തകർക്കും യെസ്. പിന്നെ വിനയ് എപ്പോഴും സിമ്പിൾ ആൻഡ് ഹമ്പിൾ. നമ്മളെപ്പോഴും വീഡിയോയിൽ കാണുമ്പോൾ എപ്പോഴും വിനയ് ഭയങ്കര ഗൗരവക്കാരനാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല. ഗൗരവക്കാരനാണ്? അല്ല 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 സത്യം. ശരി, എന്നെ പോലെയല്ലേ, ഒരു കൊച്ചു പയ്യനെ പോലെയാണ്. അതെ അതെ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനെ. അതൊന്നും വേണ്ട, ഒരു 10 ആയിട്ടുള്ള സനദിനെ പോലെ എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനെ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു പിള്ളേരെ പോലെയാണ് ഞാൻ. അതെ, കുട്ടിത്തമാറത്. അതെ, പറഞ്ഞോളൂ. പറഞ്ഞു. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? ഭയങ്കര സുഖമല്ലേ? വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങോട്ട് വരും, ഒരു ചായയൊക്കെ കുടിക്കും, ഇവിടെയുള്ള കസ്റ്റമേഴ്സിനെയൊക്കെ പിടിച്ചേരും. അപ്പം ഞാൻ അങ്ങോട്ടൊരു ഉപകാരത്തിന് വേണ്ടിയിട്ട് വിനയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. അത് ഞാൻ പറഞ്ഞു വെറുപ്പിക്കും സത്യമായിട്ട്. എന്നിട്ടും എന്നിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ഇല്ല, ചെയ്യത്തില്ല. എന്ത് കാര്യത്തിനാണ് വെറുപ്പിന് കാണുന്നത്? എന്തും മനുഷ്യനാണോ താനൊക്കെ? ഇതെന്ന് പറയാൻ പറ്റില്ല. കുറേയൊക്കെ കണ്ടന്റ്സ് ഉണ്ട്. പക്ഷെ അറിയാൻ മേലാത്തൊരു കാര്യമുണ്ട്. ഞാൻ വരുമ്പോ ഇവനറിയാം, ഇവന്റെ വൈഫ് നന്നായിട്ട് കൂട്ടിട്ടുണ്ട്. ആർക്ക് ലാഭം? എനിക്ക്. ഞാൻ 5 രൂപയുടെ ചായ കുടിച്ചിട്ട് 1/2 മണിക്കൂർ കഴിക്കും, വൈഫ് മൊത്തം ഊറ്റും. അപ്പൊ ഞാനത് മണ്ടൻ ഞാൻ അങ്ങനെ എന്തൊരു തിരിച്ചു പരിപാടികൾ. സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഹോട്ടലിന്റെ ഓണറാണ് ഈ ഇരിക്കുന്ന വ്യക്തിത്വം. ഞാനല്ല, ഇതിന്റെ സൂപ്പർവൈസർ എന്ന് വേണമെങ്കിൽ പറയാം. അകത്ത് അമ്മയാണ് ഉദ്ദേശിച്ചത്, വേറെ ആരെയല്ല ഉദ്ദേശിച്ചത്. അതൊക്കെ വിനയന് ഞങ്ങൾക്ക് കിട്ടുന്നത് ഒരു ദിവസം ചായ കുടിക്കാൻ വന്നപ്പോൾ കളഞ്ഞു കിട്ടിയത് പോലത്തെ ഒരു സാധനത്തിനെ കിട്ടിയത് നശിപ്പിച്ച്. പിന്നെ ഞാൻ ഇവിടുന്ന് ചിക്കി ഇട്ടാലും ഇതിലേക്ക് ഓർത്തിട്ടില്ല, വെറുപ്പിച്ചില്ലാതാക്കും. സത്യം, ഇത് വെറുപ്പിച്ചില്ലേ? ഞാൻ ഭയങ്കര ഡൗൺ ടു എർത്താണ് കേസ്. എനിക്ക് ഇങ്ങനെയുള്ള പാവങ്ങളെ കണ്ട എനിക്ക് സഹതാപം തോന്നുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള പാവങ്ങളെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. കൈ പണിയെടുക്കാത്ത കൈ. ജീവിതത്തിൽ ഇന്നേരം പണിയെടുത്തിട്ടില്ല, കയ്യെന്ന് കളിച്ചേണ്ട. 24 മണിക്കൂറും പണിയാണ്. പണികൊണ്ട് ഒരു രക്ഷയില്ല. ഇവന്റെ അധ്വാനിച്ച കൈയാണെന്ന് നിങ്ങൾ പറയുക. ഇവന്റെ ഒക്കെ പണി കാരണം തന്നെ ഞാൻ ഇല്ലാതായിട്ടിരിക്കും. അതെ, അതൊക്കെ നമ്മൾ കൂട്ടുകാരെ മുതലെടുക്കുന്നില്ലേ, പിന്നെ നമ്മൾ അല്ലേ? അതെ, ഇതെങ്ങാനും പോസ്റ്റ് ചെയ്ത് എന്റെ കോമഡി ആയിരിക്കും ഗൈസ്. ഭയങ്കര അറിവായിരിക്കും. ഇവന്റെ കോമഡി അല്ലേ? ഇവന്റെ കോമഡി എന്ന് പറഞ്ഞാൽ ചളി എന്നാണ് പറയേണ്ടത്. ആ സ്റ്റാൻഡേർഡ് പ്രതീക്ഷ മതി. ചളി വാരി എറിയുകയാണ് ചെയ്യുന്നത്. ചളി തകർക്കും ഞാൻ വലുതാപരം. അതാണ് ഗൈസ്. അപ്പൊ ഓക്കെ, നമ്മളെ പരിപാടി കഴിഞ്ഞു ഗൈസ്. ഇങ്ങനെ മണ്ടനാണെന്ന് തെളിയിച്ചു ഗൈസ്.